نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الحمد لله رب العالمين സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾക്കെല്ലാം കാണാതെ അറിയുന്ന, നമ്മളെപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനിലെ ഒന്നാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹുവിന്റെ അത്യുന്നതങ്ങളായ നാമങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത്. അല്ലാഹ് എന്ന ആ മഹത്തായ നാമം, അതിന് ഇസ്മുല്ലാഹിൽ അഅ്ലം, ഏറ്റവും മഹത്തായ പടച്ചവന്റെ പേരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലാഹ് എന്നതാണ്. ഈ വാക്ക് നമ്മൾ ആഴത്തിലേക്ക് പഠിക്കണം, ചിന്തിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലാഹ് എന്ന ഇസ്മ അറിയപ്പെടുന്നത് തന്നെ ഇസ്മുൽ ജലാല എന്നാണ്. നമുക്കതറിയാം. എന്താണ് ഇസ്മുൽ ജലാല എന്ന് പറഞ്ഞാൽ? ജലാലത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ ജല്ല വയജില്ലു, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്സ വഅളുമ, നല്ല ഇസ്സത്തുള്ള, മഹത്തരമായ, പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന പദം എന്നാണ്. ഇവിടെയുള്ള ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറയുന്നത് അൽ ആയത്തുൽ അഅ്ലം, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിന്റെ വേറൊരു പേരാണ് ആയത്തുൽ അഅ്ലം, മഹോന്നതമായ ആയത്ത് എന്നാണ്. ആ ആയത്തിന്റെ തുടക്കം നമുക്കറിയാലോ, അല്ലാഹു
ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ തുടക്കം തന്നെ അങ്ങനെയാണ്. ആ നാമത്തെക്കുറിച്ച് ഉലമാവ് പറഞ്ഞു തന്നെ എന്താ അറിയാം? ഹാദൽ ഇസ്മുൽ അലീം, ഈ മഹത്തായ ഇസ്മ നാമം, ജാമിഉൻ ലിജമീഇ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉലാ, എല്ലാ മഹോന്നതങ്ങളായ അള്ളാഹുവിന്റെ നാമങ്ങള്, അവന്റെ എല്ലാ ഉന്നതങ്ങളായ സിഫാത്തുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഉൾക്കൊള്ളുന്ന പദമാണ് ഹാദൽ ഇസ്മുൽ അലീം, അല്ലാ എന്ന നാമം. അപ്പൊ നമ്മള് അല്ലാ എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്നോ പറഞ്ഞ് ഒരാള് ദുആ ചെയ്യുകയാണെങ്കിൽ അതിനെ പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നതിന് തുല്യമാണ് അല്ലാ എന്ന് പറയുന്നത്. ബാക്കി നാമങ്ങളൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാട്ടോ. നമ്മൾ അല്ലാ, ആ പദത്തിന്റെ ഘടന തന്നെ എങ്ങനെയാണ്? നമ്മുടെ വായ നിറയുന്നത് പോലെ തന്നെയാണല്ലോ നമ്മുടെ കൽബും നിറയണം. സഹോദരങ്ങളെ, ഈ നാമം എങ്ങനെ ഉണ്ടായി, അതിന്റെ ആ ഘടന ഒക്കെ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ ഓതി വെച്ച ആയത്ത് ഒന്ന് നമ്മൾ നന്നായി പഠിക്കുമ്പോഴാണ് നമുക്ക് ആരാണ് അല്ലാഹു, അവന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൽബിലൊന്ന് ഉറക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ അൽഹംദുലില്ലാ. ആ പദത്തിന്റെ ഘടന തന്നെ എങ്ങനെ അറിയാം? ഒന്ന് അൽഹംദു ഒരു വാക്ക്, പിന്നെ ലില്ല, അൽഹംദു പ്ലസ് ലില്ല. ഇനി അള്ളാന്റെ വിശേഷണം ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാണ്, മാലിക്കാണ്. ആ വിശേഷണങ്ങൾ അങ്ങനെ പോവുക. ശരിക്കും അതന്നെ അങ്ങ് പഠിച്ചിട്ട് നമ്മൾ ഓതുന്ന ഫാത്തിഹ ഉണ്ടല്ലോ, അത് നമ്മുടെ ശരിക്കും മനസ്സൊന്നുണ്ട് അറിഞ്ഞു കിട്ടിയാലേ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതം ഇപ്പൊ ഉള്ളതല്ല, അതിനൊന്ന് കുറച്ചും കൂടി ഒരു ദറജ കൂടിപ്പോവും. അൽഹംദുലില്ലാ, ഇൻഷാല്ലാ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനില് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റാ കൊണ്ടാണല്ലോ ഖുർആൻ ആരംഭിക്കുന്ന, ഒരു കൽപ്പന പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഒരാളുടെ കയ്യിൽ ഖുർആൻ കിട്ടുക, അയാൾക്ക് ഇഖ്റാ ഇതൊന്നും അറിയില്ല, അയാളെ ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വചനം, ആ വചനത്തില് അഊദും ബിസ്മിയും അതത് സൂറകളിലെ ആയത്താണോ അല്ലേ ഉലമാഇനി ചർച്ച ചെയ്യുന്നു. എല്ലാ സൂറകളിലും ഔദും ബിസ്മി നമ്മൾ വായിക്കണത് ആ സൂറത്തിലെ ആയത്താണോ അല്ലേ? ആ ചർച്ചയ്ക്ക് അങ്ങ് മാറ്റിവെച്ചാൽ വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വചനം തുടങ്ങുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ലേ. ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി, വലിയൊരു ആമുഖമൊന്നുമില്ലാതെ, ഒരു വലിയ ഫിലോസഫി ഒന്നുമില്ലാതെ, വലിയ ചരിത്ര വിവരണങ്ങളൊന്നുമില്ലാതെ ഒരു കൊച്ചു വാചകം, അറിവുള്ളവനും അറിവില്ലാത്തവനും ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലളിതമായ വചനം. അല്ല, ചിന്തിക്കും തോറും ഒരാശയ ലോകം നമ്മുടെ മുമ്പിൽ വികസിതമായി കൊണ്ടിരിക്കുന്ന വളരെ വളരെ ചെറിയൊരു വചനം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടിമക്ക് ഉടമയോടുള്ള ഹൃദയബന്ധത്തിന്റെ ദൃഢതയെ കുറിക്കുന്ന സാക്ഷ്യപത്രമാണത്. അൽഹംദ്, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിനാണ്. നിങ്ങളിന്റെ കൂടെ ഞാൻ ഈ വാക്കൊന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ട. നമ്മള് എപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണ്. ഇനി മുതൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അങ്ങനെ ആകരുത് എന്നുള്ള നിലക്കാണ് ഞാൻ അതൊന്നൊന്ന് പഠിക്കണമെന്ന് പറയണത്. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തറിയാം? ഹംദിന്റെ സംസ്കാരത്തിലാണ് നാം വളരേണ്ടതും നാം വളർത്തേണ്ടതും. എന്താണ് ഹംദ്? സാധാരണ സ്തുതിക്കുക എന്നതിന്, പുകഴ്ത്തുക എന്നതിന് അറബിയിൽ 2-3 പദമുണ്ട്. ഒന്ന് മദ്ഹ്, ഒരാളുടെ മദ്ഹ് പറഞ്ഞു. ഒരാളുടെ സനാഅ്, ഒരാളെ പുകഴ്ത്തി പറഞ്ഞു. ഒരാളോട് നമ്മൾ ശുക്ർ, നന്ദി കാണിച്ചു. നേരെ മദ്ഹ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശംസയാണ്. ഒരാളെ, അയാളുടെ പ്രവൃത്തി എനിക്ക് ബോധ്യപ്പെട്ടു, അയാള് ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ പുകഴ്ത്തപ്പെടേണ്ടതാണ്, അയാളുടെ കർമ്മം അഭിനന്ദനമാണ്. അതിനാണ് നമ്മൾ മദ്ഹ് എന്ന അറബിയിൽ പറയുക. സനാ എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സറിഞ്ഞ് പുകഴ്ത്തുന്നതിനാണ് പറയുക. ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്ക്സ് എന്ന് പറയണം, നന്ദി പറയും. ശരിക്കും അറബിയിൽ ശുക്ർ എന്ന് പറഞ്ഞാൽ ഒരു മാടിന്റെ, പശുവിന്റെ അകിടിൽ പാല് വന്ന് നിറയുന്നതിനാണ് അറബിയിൽ ശുക്ർ എന്ന് പറയുക. കാരണം നമുക്ക് മാടിനെ ഇഷ്ടപ്പെടാണ്ടാവുക, വെറുതെ തിന്നാൻ കൊടുക്കൂലല്ലോ. അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് പാലാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയൊരു വസ്തു അതിന്റെ അകിടിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാതെ,
നന്ദിയും കൃതജ്ഞതയും ഉൾച്ചേർന്ന സ്തുതിക്ക് ഈ 3 വാക്കും പാടെ കൂടിച്ചേരുന്ന തലത്തിനാണ് ഹംദു എന്ന് പറയാം. അപ്പൊ നമ്മളെ ഒരാളെ പുകഴ്ത്തുകയാണ്. ആ പുകഴ്ത്തുന്നത് മനസ്സിൽ തട്ടിയിട്ടും പുകഴ്ത്താം, അല്ലാതെയും പുകഴ്ത്തുമല്ലോ. ഇപ്പൊ കാലത്തുള്ള ഈ മുഖസ്തുതിയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതൊന്നും സത്യത്തിൽ ആത്മാർത്ഥത ഉള്ളതുമാകാം, ഇല്ലാത്തതുമാകാം. ഉള്ളിലൊന്ന് ഒളിപ്പിച്ച് വേറൊന്ന് പറയലാകാം. എന്നാൽ പ്രിയരെ, അൽഹംദു എന്ന വാക്ക് അങ്ങനെ അല്ല. ഉള്ളിലൊന്ന് ഒളിപ്പിച്ചിട്ട് പറയുന്ന ഒരു കപടത നിറഞ്ഞതല്ല. മറിച്ച് അൽഹംദു എന്ന് പറഞ്ഞാൽ ദ അൾട്ടിമേറ്റ് ഹംദ്. എവരി ഹംദ് എന്ന് പറയല നമ്മള്. എല്ലാ സ്തുതിയും, പരമമായ സ്തുതിയും, സർവസ്തുതിയും, സകലമാന സ്തുതിയും ആർക്കാണ്? അല്ലാഹുവിനാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ അൽഹംദു എന്ന പദം അതൊരു ഭൂതകാല ക്രിയയല്ല, വർത്തമാനകാലവുമല്ല, ഭാവി കാലവും ഒരു കാലത്തെ കുറിക്കുന്ന പദമല്ല. മറിച്ച് അൽഹംദു, ഇപ്പൊ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കൂ എന്നാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഇഹ്മദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കണം എന്നാ പറയാം. ഒരു കൽപ്പനാനാമാണ്. അതല്ലല്ലോ ഇവിടെ പറഞ്ഞത്. കൽപ്പനയാവുമ്പോ എന്തറിയോ, നമുക്ക് രണ്ടിന് സാധ്യതയുണ്ട്. ഒന്നെന്ത് ചെയ്യാം, ഒന്ന് സ്തുതിക്കാം, സ്തുതിക്കാതിരിക്കാം. പക്ഷേ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനെങ്ങനെ പറഞ്ഞു തരുന്നു ചോദിച്ചാൽ, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു അൽഹംദുലില്ലാഹ് മറക്കരുത് എന്നുള്ള നിലക്കാണ്. നിങ്ങൾക്ക് അറിയാം, ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ പ്രപഞ്ചനാഥന്റെ ഘനഗംഭീരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ. ആരൊക്കെ സ്തുതിച്ചാലും ആര് സ്തുതിച്ചില്ലെങ്കിലും ശരിയായ സകല സ്തുതികളുടെയും സമ്പൂർണമായ അവകാശി അൽഹംദുലില്ലാഹ് അല്ലാഹ് മാത്രമാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോ, ആ മഹാസത്യം പ്രഖ്യാപിക്കുമ്പോ ഇതൊരു ദുആയാണ്, ഇതൊരു ഇബാദത്താണ്, ഇത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. അതുകൊണ്ടാണല്ലോ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ചിന്തിക്കാട്ടോ, ഞാൻ ആദ്യം ഒന്ന് ആമുഖം പറഞ്ഞു തരികയാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത വചനമാണ്. ഏറ്റവും മഹത്തായ ദുആ ഏതാണ്? അൽഹംദുലില്ലാഹ്. എന്തിനാണത് അങ്ങനെ പറയുന്നറിയാം? റബ്ബേ, നിന്നെ തിരിച്ചറിഞ്ഞ് നിനക്ക് എല്ലാ സ്തുതികീർത്തനങ്ങളും അർപ്പിച്ച് നിന്റെ മുമ്പിൽ ഞാൻ വണങ്ങുന്നു റബ്ബേ എന്നാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ. എന്തിനായിരിക്കും? ഓരോ ദിവസവും ചുരുങ്ങിയത് 17 തവണ നമ്മൾ പറയണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. പടച്ച റബ്ബ് ആ വാക്ക് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നോക്കി. നമ്മൾ എങ്ങനെ അള്ളാഹുവിന് നന്ദി കാണിക്കാതിരിക്കും? അല്ലെങ്കിൽ ഏത് ദിനം നന്ദി കാണിച്ചാലാണ് അള്ളാഹു തന്നതിന് സമമാകുക? നിരന്തരം കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന പടച്ചവനോട് എങ്ങനെ നമ്മൾ നന്ദി കാണിക്കാതിരിക്കും? നമുക്കൊരാള് ഒരു ചെറിയ സഹായം തന്നിട്ടുണ്ടെങ്കിൽ ആ ചെറിയ സഹായത്തിന്റെ പേരിൽ ഒരു താങ്ക്സ് പറയാതിരുന്നാൽ അതെന്തോ ഒരു നന്ദികേടായിട്ടാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ നമുക്ക് തരുന്ന സഹായം അതിന്റെ വലുപ്പവും അതിന്റെ മഹത്വവും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ടെൻഷൻ വരും. പടച്ചോനെ, ഇയാള് ഈ തന്നതിന് ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാലാണ് അതിനാവുക? അങ്ങനെ തോന്നുമല്ലോ നമുക്ക്. എങ്ങനെയാണ് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത്? ഇതെനിക്ക് അറിഞ്ഞൂടാ എന്ന് നമ്മൾ നിൽക്കുമെങ്കിൽ പടച്ച റബ്ബ് തന്നിട്ടുള്ള, ഞാൻ പറഞ്ഞുതരാം, ഓരോ വസ്തുക്കൾക്കും നമ്മളെങ്ങനെ എണ്ണി എണ്ണി നന്ദി പറയാൻ നമ്മളെ കൊണ്ടൊരു ആയുസ് മതിയാവോ? പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് അള്ളാഹു തരുന്നത് നിർത്തിയാൽ എല്ലാം തീർന്നില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾ നോക്ക്, ഒരായുസ് കൊണ്ട് പടച്ച റബ്ബ് തന്നത് എഴുതി തീർക്കാൻ കഴിയോ? കഴിയൂല എന്നല്ല പറയണ്ടേ. എങ്ങനെ അള്ളാഹ് പറഞ്ഞറിയോ? സൂറത്ത് ഇബ്രാഹിമിലെ 28-ാമത്തെ ആയത്ത് മുതൽ നിങ്ങൾ ഇങ്ങനെ എടുക്കുക, എന്നിട്ടൊരു 34-ാമത്തെ ആയത്ത് വരെ എത്തണം. അള്ളാഹ് എങ്ങനെ തുടങ്ങണേ? ഖുൽ ഇബാദിയല്ലദീന ആമനു യുഖീമുസ്സലാ വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഹിലാൽ. എന്റെ അടിമകളോട് ഹബീബായ റസൂലേ നിങ്ങൾ പറയണം, ആരാണ് എന്റെ അടിമകൾ? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്.
അവരോട് എന്തിനു പറയണം? അവർ നിസ്കാരം നിലനിർത്തണം. നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അവർ ചെലവഴിക്കണം. എന്തിന്? പരലോകത്ത് ഗുണം കിട്ടാൻ. എന്നിട്ട് പടച്ചോൻ പറഞ്ഞറിയോ, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നറിയാം? ആരാണ് അവൻ? തന്നതാരാ? അവൻ ആരാണ്? അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും. പടച്ച റബ്ബ് അവനാണ് വാനഭൂവനങ്ങളെ സൃഷ്ടിച്ചത്, ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്നത്, അത് മുഖേന നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി തന്നത്. എന്നിട്ട് പടച്ചോൻ പറയാ, വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സമുദ്രത്തിലൂടെ അങ്ങനെ കപ്പൽ ഒഴുകുന്നത്, ആ കപ്പലിന് അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, നദികളെ കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദായിബൈൻ, സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലിനെയും കീഴ്പ്പെടുത്തി തന്നു. ഇനിയുള്ളത് ഒന്നിന്റെ കൂടെ വരും. ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറയാം കേട്ടോ. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ എന്തൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഓരോന്നോരോന്ന് എണ്ണിയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. പക്ഷേ നമ്മളെ കുറിച്ച് അല്ലാഹു പറയാ, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ നന്ദി കെട്ടവനാണ്, അവൻ പരമധികാരിയാണ്. പ്രിയപ്പെട്ടവരെ, ആയത്തിന് ബയാൻ ചെയ്യുന്നില്ല, ഇതൊരു പരമസത്യ. ഒരായുസ് സുജൂദിൽ കിടന്നാലും തീരൂല അള്ളാന്റെ നിഅമത്തുകളെ കുറിച്ച് പരിശോധിച്ചാൽ. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ നിഅമത്തുകളുടെ ആധിക്യമാണ്. രണ്ട്, ഈ നിഅമത്തുകളെല്ലാം സമ്പൂർണമായി നമുക്ക് അറിയില്ല എന്നതാണ്. നോക്കിയേ, സൂക്ഷ്മമായി ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ചിന്തിച്ചാലോ ഹംദിന്റെ ആഴവും എണ്ണവും കൂടും. അൽഹംദുലില്ലാ എന്നത് നമ്മുടെ തലക്കെട്ടായി മാറണം. ഖുലിൽ ഹംദുലില്ലാ. ഈ ഹംദ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോഴാണ് നമ്മുടെ ജീവിതം ഇത്ര വരണ്ട ഒരു അനുഭവമായി മാറിയത്. ഇത്രമേൽ ലോകം മരുഭൂവൽക്കരിക്കപ്പെടാൻ കാരണം അതാണ്. നോക്കൂ, അൽഹംദുലില്ലാ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ പഠിപ്പിച്ച ഓരോ രംഗം എടുത്തു നോക്കുക. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബയോളജി പഠിച്ചിരിക്കുന്നത് 11 വ്യവസ്ഥകൾ ഉണ്ട്. എല്ലാ വ്യവസ്ഥയല്ല, ഞാൻ എണ്ണി പറഞ്ഞുതരാം എനിക്ക് അറിയണത് പോലെ. ഒന്ന്, നിങ്ങൾ അതിന്റെ അവസ്ഥകളിലേക്ക് ചിന്തിക്കണം കേട്ടോ. ഇതിൽ നമ്മുടെ റോൾ എന്താന്നുള്ളത്. ഒന്ന്, ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, രക്തചംക്രമണ വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ. അത്ര മതി. ഇതിലെ ഓരോന്ന് വേറെ വേറെ പഠിച്ചാൽ തല ഉയർത്താൻ നമുക്ക് കഴിയും. അല്ല നമ്മളോട് ചോദിക്കാണ്, ഇതിലേതെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഏതെങ്കിലും ഒന്ന്, നമ്മുടെ പേശി വെറുതെ ഒന്ന് പിടിച്ചാൽ പോലെ അല്ലേ? അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, നിഅമത്തുകൾ എണ്ണിയാൽ തീരൂല. അറിവിന്റെ ആഴം കൂടുന്തോറും നമ്മൾ നന്ദിയുള്ളവരാവും. സത്യത്തിൽ നമുക്ക് നന്ദി ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെ, നന്ദി ഇല്ലാത്തവരാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള വിവരല്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും അർത്ഥം. അല്ലാഹ് നമ്മളോട് തന്നെ പറയേണ്ടത്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബഹു. നമ്മുടെ നഫ്സിനെ കുറിച്ച് ചെറിയ ഒരു വിവരം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ നിർബന്ധമായും കണ്ടെത്തും. നോക്കി, നമ്മുടെ ശ്വസന വ്യവസ്ഥ എടുത്തു നോക്കുക. ഇപ്പൊ വായു 2 ദ്വാരം മൂക്കിനുണ്ട് എന്ന് വെച്ചാല് ദ്വാരങ്ങൾ മാത്രല്ലല്ലോ, അത് പലതും തടഞ്ഞു നിർത്തിയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അത് അകത്തേക്ക് കടന്നു ചെല്ലുന്നത് വരണ്ടതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഈർപ്പമുള്ളതാക്കിയിട്ടല്ലേ അകത്തേക്ക് വിടുള്ളൂ. വല്ലാത്തൊരു സിസ്റ്റല്ലേ നമ്മുടെ ഈ തൊണ്ടാന്ന് പറയണത് അല്ലെ? ഭക്ഷണം നേരെ ഇങ്ങോട്ട് വരിക, താഴോട്ട് ഇങ്ങനെ പോവുക, മറ്റേത് വേറെ അങ്ങോട്ട് പോകുന്നത്, പരസ്പരം ഒന്ന് വരുമ്പോഴേക്ക് വേറൊന്ന് അടയാ. ആ അടയാത്തൊരു രംഗം വന്നിരുന്നുവെങ്കിൽ ഒരു ചെറിയ സെക്കൻഡ് ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കി അല്ലെ? ഒരു സ്പോഞ്ച് പോലുള്ള 2 ലെൻസുകൾ, ശ്വാസകോശങ്ങൾ നമുക്ക് തന്നു. ആ സിസ്റ്റം തന്നെ ഗംഭീരമല്ലേ?
വായു അറകൾ 50 കോടിയിലധികം ഉണ്ടാവും. അവിടേക്കൊക്കെ ഓക്സിജൻ എത്തണം. അറിഞ്ഞു പറഞ്ഞു നോക്കിയ അൽഹംദുലില്ലാഹ്. ഈ വ്യവസ്ഥകളെല്ലാം യാന്ത്രികമായി ഇങ്ങനെ നടക്കുക. ഇതിൽ നമ്മുടെ റോൾ എന്താ? ഞാൻ ശരിക്കും ആലോചിക്കലുണ്ട്. പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ആന്തരിക പ്രവർത്തനങ്ങളൊന്നും ഏൽപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണി എന്തേലും ദുനിയാവിൽ ഇപ്പൊ ചെയ്യണത് സ്വസ്ഥായിട്ട് ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ ശ്വാസം വിടുക എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു പണിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ പോലെയുള്ള ഒരു പണിയാണ് ശ്വാസം വിടലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിൽക്കട്ടോ, ഞാൻ ശ്വാസം വിട്ടിട്ട് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനല്ലല്ലോ അല്ലേ? ഒരു വല്ലാത്തൊരു സംവിധാനല്ലേ? ഈ കിട്ടിയത് മാത്രം ലിസ്റ്റ് ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞത് അറിവിന്റെ ആഴം കൂടുന്തോറും നന്ദിയുള്ളവരാവും നമ്മള്. എന്നിട്ടും നമ്മളെങ്ങനെ അള്ളാനെ വിട്ട് വേറെ ഒരാളെ വിളിക്കാൻ കഴിയുക? അത് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? അള്ളാഹുവിലേക്ക് മാത്രമാണെങ്കിൽ നമ്മുടെ ഖൽബിൽ എപ്പോഴും നിറയേണ്ടത് അള്ളാഹ് തന്നെ ആവണം. നാവിൽ ഉയരേണ്ടത് അള്ളാഹു ആയിരിക്കണം. ഈ അള്ളാഹിനെ വിട്ട് വേറൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പാടില്ലല്ലോ. റബ്ബ് എത്ര കാരുണ്യവാനാണ്, നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക. എത്ര തന്നിട്ടും പിന്നെയും തന്നുകൊണ്ടേയിരിക്കുക. ഈ തന്നിട്ടും പറയാണ് ചോദിച്ചോ ഞാൻ വീണ്ടും തരാം, മടുപ്പില്ലാതെ തരിക. നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയാം? നമ്മളോട് ഒരാളോട് ഒരു സംഗതി ചോദിച്ചു, 2ാം വട്ടം ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടം കുറയല്ലയ്യ. മടുപ്പില്ലാതെ തരുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ. ഇനി മാത്രമല്ല, അൽഹംദുലില്ലാ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് നമ്മളെ പഠിപ്പിച്ച രംഗം ആലോചിച്ച് നോക്കിയേ. ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ, ഒന്ന് ഉണരുമ്പോ, ഒന്ന് ഭക്ഷണം, ഒന്ന് വെള്ളം, നമ്മുടെ വസ്ത്രം. അൽഹംദുലില്ലാ എന്ന് പറയേണ്ട രംഗങ്ങളൊക്കെ എടുക്കട്ടെ, ഞാനത് എണ്ണി പറഞ്ഞു തരില്ല, നിങ്ങളെ ചിന്ത അങ്ങനെ പോകട്ടെ. അൽഹംദുലില്ലാ ഒക്കെ നോക്കിയേ. ഈ അൽഹംദുലില്ലാ എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയണം. നമ്മൾ സാധാരണ പറയേണ്ടത് സുഖം ഉണ്ടാവുമ്പോ മാത്രമാണോ അൽഹംദുലില്ലാ പറയേണ്ടത്? നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുണ്ടാവുക. സുഖമുള്ള സമയത്താണ് അൽഹംദുലില്ലാ പറയേണ്ടത്. അല്ലല്ലോ, സുഖം ഉണ്ടാവുമ്പോഴും ദുഃഖം ഉണ്ടാവുമ്പോഴും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലെയും എവിടെയും എന്തിനല്ല തന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു തർബിയത്ത് ഉണ്ടാവും. നമുക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷമം അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നെ പിടിച്ചാൽ കിട്ടൂല. പടച്ചോൻ ഇന്നൊന്ന് നിലനിർത്താൻ വേണ്ടി ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധി എന്നുണ്ടാവുക. അൽഹംദുലില്ലാ. എന്തെല്ലാം വിഷമങ്ങൾ ഹബീബായ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായി, പ്രയാസങ്ങൾ നേരിട്ടു. ആ റസൂൽ പറഞ്ഞതൊക്കെ എന്താ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ. നമ്മുടെ ഹംദിന്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കണം. ഞങ്ങൾക്ക് അതൊരു കഥ പറഞ്ഞുതരാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു ദർസ് മദ്രസയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ, ഇയാൾ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. നമ്മൾ അറിഞ്ഞിടത്തോളം ഈ ഉലമാ എല്ലാവരും ഉയർന്ന കച്ചവടക്കാരാണ്. അദ്ദേഹത്തിന്റെ കപ്പല് ഒരു വിഭവങ്ങളുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പലതും കാറ്റിലും കോളിലും പെട്ടതിനിടക്ക് ഇദ്ദേഹത്തിന്റെ കപ്പലും കാറ്റിലും കോളിലും പെടുക. കുറച്ചാളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം കടലില് അസ്വസ്ഥതകളുണ്ട്, പക്ഷെ പല ആളുകളുടെയും ചരക്ക് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്, അങ്ങയുടേത് മാത്രം അപകടത്തിൽ പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ. കുറച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെ നിന്ന് വിവരം കിട്ടുന്നത് നിങ്ങളുടെ കപ്പലും ആ വിഭവങ്ങളോടുകൂടെ കടലിൽ മുങ്ങിയിട്ടുണ്ട്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ ആ സമയം പറഞ്ഞു അൽഹംദുലില്ലാ. അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ, പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ. അപ്പൊ അവരോട് ചോദിച്ചത്, എന്തേ നിങ്ങൾ അപ്പോഴും ഇപ്പോഴും 2 സമയത്തും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്തറിയാം? ഞാൻ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് നിങ്ങൾ പല ആളുകളുടെയും കപ്പലുകൾ മുങ്ങിയപ്പോ എന്റത് മാത്രം അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്കാണ് നോക്കിയത്, അവിടെ അമിതാഹ്ലാദമുണ്ടോ ഇല്ല എന്നുറപ്പിച്ചപ്പോ അൽഹംദുലില്ലാ. പിന്നെ
അപകടത്തിൽപ്പെട്ടു, നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ അപ്പോഴും ഞാൻ മനസ്സിലേക്ക് നോക്കി, ആ മനസ്സിൽ നഷ്ടബോധമുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്, എല്ലാം അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ചാണ്. അത് ഞാൻ മനസ്സിൽ കണ്ടു. മനസ്സിന്റെ ഹംദിന്റെ വിധാനം പ്രിയപ്പെട്ടവരെ വിശാലമാണ്. അത് മാത്രമല്ല, അജബൽ ലി അംറിൽ മുഅ്മിൻ, അറിയാത്തതല്ല ഞാൻ പറയുന്ന, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്താണ്? അവന് സന്തോഷം വന്നാലും സങ്കടങ്ങൾ ഉണ്ടായാലും അവൻ അതിൽ സന്തോഷം വന്നാൽ അള്ളാഹുവിന് ശുക്ർ, സങ്കടങ്ങൾ വന്നാൽ സ്വബറ, ക്ഷമിക്കല്, രണ്ടും അത്ഭുതകരമാണ്, അവന് ഗുണകരമാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാം? നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, സങ്കടങ്ങളിൽ നിന്നല്ലേ ജീവിതത്തിൽ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവുക. സന്തോഷങ്ങൾ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. നമ്മളാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ സങ്കടങ്ങളുമായിരിക്കും. അപ്പോ അള്ളാഹു നമുക്ക് തരാതിരിക്കാം. ജീവിതത്തിൽ നമ്മെ തളർത്തിയേക്കാം, നമ്മെ വളർത്തിയേക്കാം. പക്ഷെ ഏതിലും അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയേ, ഞാൻ അന്നത്തെ ഒരു ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ഒരു 80കൾക്ക് മുമ്പ് ജനിച്ചവര്, 2000-ന് മുമ്പ് ജനിച്ചവര്, 2000-ന് ശേഷം ജനിച്ചവര്, ഒരു 2-3 തലമുറകൾ ഇങ്ങനെ എടുത്തു നോക്കിയാല് നമുക്കൊക്കെ ദാരിദ്ര്യം എന്താണെന്നറിയും. ഈ തലമുറക്ക് ദാരിദ്ര്യം അറിയുമോ? വിശപ്പറിയാം, പട്ടിണി അറിയുമോ? നമുക്കൊക്കെ എത്ര കൂട്ടം, എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്, എത്ര ജോഡി ചെരുപ്പുകളുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഒരു 50 കഴിഞ്ഞ ആളുകളൊക്കെ പണ്ട് കാലത്ത് ഒരു ചെരുപ്പിടാൻ കുറിച്ച ആളുകൾ ഉണ്ടാവില്ലേ? നമുക്ക് പെരുന്നാൾ വരണമെന്ന് പറഞ്ഞാൽ ആ പെരുന്നാളിനായിരിക്കും നമ്മൾ ഭംഗിയായിട്ടൊന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. ഒരു ഡ്രസ്സ് കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് ഡ്രസ്സിന് വിലയുണ്ടോ? ഞാൻ ഈ തലമുറക്ക്, നമ്മുടെ മക്കൾക്ക് അള്ളാഹു തന്ന ആ അനുഗ്രഹത്തെ മനസ്സ് നിറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഓരോന്നെടുത്തു വെക്ക്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീങ്ങിയാൽ ആ തന്നെ വിസർജന സ്ഥലത്തു നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? എന്നിട്ട് പിന്നെ പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ആ വാക്കിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? നമ്മുടെ തന്നെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളുടെയും തുടക്കം എന്താ? മാലിന്യം കൃത്യമായി പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് പോകാനും ഇത് അങ്ങനെ ആയിത്തീരാനും ഒക്കെ നമ്മുടേതായ റോൾ എന്താ? അതങ്ങ് പോകുമ്പോഴല്ലേ സത്യത്തിൽ നമ്മൾ ഇതിനൊരു കേടുവരുവോളൊന്നും നമ്മൾ ചിന്തിക്കൂലല്ലോ. അപ്പോഴേ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. ഒരാൾക്ക് ശരിക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രതിസന്ധികളെ, ദുരിതങ്ങളെ മറികടക്കാനുള്ള സൂത്രവാക്യമാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു കഥ കൂടി പറഞ്ഞുതരാം. ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാഹ് അറിയപ്പെടുന്ന മഹാനായ താബിഈൻ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ പഠിച്ചാൽ ഒരുപാട് പുതിയ അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അദ്ദേഹം 7 ആൺകുട്ടികളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ സംസ്കരണ മേഖലകളിലുള്ള ഉത്ബോധനങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് വല്ലാത്ത ഈമാൻ കൂടുന്ന ക്ലാസുകളും ഗ്രന്ഥങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം, നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ കാലിന് വ്രണം ബാധിച്ചു. അത് മുറിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് മുമ്പ് പറഞ്ഞു, അത് വേണ്ട, അത്ര നേരം പോലും അള്ളാഹുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും കാലൊന്ന് മുറിച്ചു. കാല് മുറിച്ച് അതേ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട 7 മക്കളിലെ അവസാനത്തെ കുട്ടിയുടെ ഒരു അപകടത്തിൽ ആ കുട്ടി മരിക്കുകയും ചെയ്യാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെയും ഒരു ഭാഗത്ത് ഇങ്ങനെയും വന്നപ്പോ അദ്ദേഹം പറയുന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. റബ്ബേ, എനിക്ക് 7 മക്കളെ അനുഗ്രഹിച്ചരളി തന്നു എനിക്ക് നീ. റബ്ബേ, ആ 7 എണ്ണത്തിൽ 6 എണ്ണത്തെ എന്റെ അടുക്കൽ വെച്ച് ഒരെണ്ണത്തെ നീ തിരിച്ചെടുത്തു. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. റബ്ബേ, നീ എനിക്ക് 4 അവയവങ്ങൾ തന്നു, 3 എണ്ണം എനിക്ക് തന്നെ തന്ന്. റബ്ബേ, നീ 1 എണ്ണം തിരിച്ചെടുത്തു. നീ എടുക്കുന്നുവെങ്കിൽ നീ തന്നെയാണല്ലോ റബ്ബേ തന്നവൻ. നീ എന്നെ പരീക്ഷിക്കുന്നെങ്കിൽ എനിക്കെല്ലാ സമാശ്വാസങ്ങളും നൽകുന്നത്
എനിക്ക് ആശ്വാസം തരുന്നത് റബ്ബേ നീ തന്നെയാണല്ലോ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് മറ്റു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അത് ഉണർത്തിക്കൊണ്ട് തന്നെ പോകാം. അൽഹംദുലില്ലാഹ്, അല്ലാഹ് എന്നുള്ള പദത്തിലേക്ക് നമ്മൾ ഈ വാക്കിങ്ങനെ ചേർത്തി വെക്കുമ്പോ ഇതിവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ തുടങ്ങേണ്ടത്. ഹംദിൽ ചാലിച്ച ഒരു ഹംദിന്റെ മയമുള്ള ജീവിതം നമുക്കുണ്ടാവണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാത്തവരില്ല. പക്ഷേ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തെയും പഠിപ്പിക്കേണ്ടതുമായ ഒരു ചെറിയ വചനം കൂടി ഈ സംഗതിയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാണ്. 3 ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ നമ്മൾ ഇതിന്റെ കൂടെ ചൊല്ലണം. ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ടെൻഷൻ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ ചൊല്ലുക. ആ വിഷമം അതിലങ്ങനെ അങ്ങോട്ട് പോകണമെന്ന, അത് പോകാൻ മാത്രമുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവണം. അറിയുന്നതാണ്, ഓർമ്മപ്പെടുത്തി തരികയാണിത്. മക്കളെയും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അള്ളാഹുവിന്റെ ഇലാഹിലേക്ക് നമ്മൾ ഏത് ചേർത്തി? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. 2 ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. മൂന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനസ്സിൽ ഉറപ്പിച്ച് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിലേക്കാട്ടോ ചേർക്കേണ്ടത്. അള്ളാഹുവിലേക്ക് ലഭിച്ചതെല്ലാം സമർപ്പിച്ച് ഒരു ടെൻഷൻ ഫ്രീ ലൈഫോടുകൂടെ ഹംദ് ചൊല്ലി ജീവിതത്തിന് ഹംദിന്റെ മയമുണ്ടാക്കി അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പോകാൻ കഴിയണം. ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യവാന്മാർ നമ്മൾ തന്നെയാവും. ഇൻഷാ അല്ലാഹ് ഒരുങ്ങുക, മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന നല്ല വിശ്വാസികൾ നമ്മെ അവൻ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്കറിയും. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലാവരുടെയും പേര് ചേർക്കാനും പേരതിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാനുമുള്ള ഒരു പ്രത്യേകമായ കരുതലുകൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാകണം. നമ്മുടെ അടുക്കൽ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ വരും. നവംബർ 4 മുതലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അവരാവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി നമ്മൾ നൽകണം. അതിൽ ഒരു കാരണവശാലും അമാന്തം ഉണ്ടാകരുത്. ഞാൻ അതിന്റെ എല്ലാം പാടെ ആറ്റിക്കുറുക്കിയിട്ടുള്ള വാക്കാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് നമുക്ക് വോട്ടില്ലാതായാൽ ഭാവിയിൽ പലതും ഇല്ലാതെയാവാനുള്ള സാധ്യതകളും നമ്മൾ ഗൗരവത്തിൽ കാണണം. അതുകൊണ്ട് എല്ലാവരും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ വളരെ ഗൗരവത്തോടുകൂടി എല്ലാവരും ആ രംഗത്ത് ശ്രദ്ധകൾ വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹംദിന്റെ മയമുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അത് നമ്മൾ എത്ര അങ്ങനെ ചിന്തിച്ച് നമ്മോട്ട് മുന്നോട്ട് പോയാലും ജീവിതത്തിൽ സ്വന്തമായി നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു എങ്കിലൊക്കെ അതിനൊരു ശക്തി നമുക്ക് സത്യത്തിൽ ലഭിക്കണമെങ്കിൽ ഒരു ടീം വർക്ക് ആവശ്യമാണ്. ഒരു ടീം ആവശ്യമാണ്. ഒന്നുകിൽ നമ്മുടെ ആവേശം പറയുമ്പോ നമ്മളെ അതിലേക്കൊന്ന് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ, നമുക്കൊരു ഉപദേശം തരാൻ, അതിനാണ് സത്യത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മകൾ, സംഘടനകൾ എന്നെല്ലാം പറയുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദ് അതിന്റെ യുവഘടകത്തിന്റെ
സമ്മേളനം എന്ന് പറയുന്നത്, സമ്മേളനം എന്നൊരു വാക്ക് കേൾക്കുമ്പോ തന്നെ അസ്വസ്ഥത വരും. ഒരു കൂട്ടായ്മയാണ്. അവിടെ ദീനിയായ കാര്യങ്ങൾ, ചർച്ചകൾ നടക്കുന്നു. ഈ 2-ാം തീയതിയിൽ എറണാകുളത്തൊരു പരിപാടിയുണ്ട്. കുടുംബസമേതം സമയം കിട്ടുമെങ്കിൽ നമ്മൾ അത്തരം ദീനീ ചർച്ചകൾ പങ്കുകൊള്ളുകയും നമ്മുടെ ഈമാനികമായ തലം ഒന്ന് ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. മാത്രമല്ല, വിശ്വാസി സ്വയം വിശ്വാസിയായാൽ മാത്രം പോരാ, താൻ ഉൾക്കൊള്ളുന്ന നന്മ സമൂഹത്തിൽ പ്രസരണം ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമ്മൾ നശിക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൂട്ടായ്മ കൂടി ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് വേണം. പടച്ചോനെ, നീ തന്നതാണ് ഇതെല്ലാം, എനിക്ക് നിന്റെ കയ്യിൽ ഒന്നുമില്ലാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല, ഒന്നുകൊണ്ട് വന്നതുമല്ല. ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് നിന്നിലേക്കാണ് ഏൽപ്പിച്ചു തരുന്നത്. നിന്നെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതവും എനിക്ക് ഒരു സെക്കൻഡ് പോലും റബ്ബേ എനിക്ക് തരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു പ്രയാണം നമുക്കുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പേകി തന്ന് നന്മകൾ ചെയ്യാനുള്ള ഉദവി തന്ന് നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു തൃപ്തിപ്പെടുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ ആഫിയത്തുള്ള സുഖം നൽകുന്ന ഒരു അനുഭവം തന്ന് 2 ലോകത്തും അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മാനസിക തിക്കുമുട്ടുകൾ കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങളിൽ നിന്ന് പടച്ചവൻ ശിഫ നൽകി മനസ്സിന് സന്തോഷം തന്ന് ആഫിയത്തുള്ള സമാധാനമുള്ള ഒരു അനുഭവം തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്ത് ഈ ലോകം വിട്ടു പിരിയുമ്പോ മനസ്സ് നിറയെ അല്ലാഹുവിനെ ഓർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് റബ്ബിനെ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.